വധശിക്ഷ നടപ്പാക്കാനുള്ള സന്ദേശം ജയിലിൽ ലഭിച്ചെന്ന നിമിഷപ്രിയ പറയുന്നു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ സന്ദേശം 24 ലഭിച്ചു. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനാണ് ഈ സന്ദേശം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിനീത വി ജി ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഒട്ടേറെ പരിശ്രമങ്ങൾ നടന്നിരുന്നു ഈ ആക്ഷൻ കൗൺസിലിന്റെ അടക്കം നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ, ഒപ്പം കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടിപ്പിക്കാനൊക്കെ. ഇപ്പോഴെന്താണ് ഏറ്റവും പുതുതായി അറിയാൻ കഴിയുന്നത്? വിനീത, ഒരു നിമിഷം. വിനീത, ആ ശബ്ദ സന്ദേശത്തിലേക്കൊന്ന് പോയതിനു ശേഷം എത്താം. ഒരു നിമിഷം. ഇവിടുത്തെ ഒരു ലോയർ സ്ത്രീ, വേറൊരു ലോയർ സ്ത്രീ, കഴിഞ്ഞ ദിവസം അബ്ദുൽ ഫത്തയെ കണ്ട ലോയർ സ്ത്രീ അല്ല, വേറൊരു ലോയർ സ്ത്രീ അവരുമായിട്ട് അവർ തന്നെ ഫോണിൽ ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, വധശിക്ഷ നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ജയിലിലെത്തുന്നത് എല്ലാവരുടെയും സൈനോട് കൂടി ആയിരിക്കും ഇവിടെ എത്തുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇപ്പോൾ അവരുടെ ഈദും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ? എന്താണ്, എല്ലാവരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഭയങ്കര വിഷമത്തോടെ ഇവിടെ കാര്യങ്ങളൊക്കെ, എന്താണ് കാര്യം, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? വിനീത വിജിയുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണോ? എന്താണ് അവർ പറയുന്നത്, ഈ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ? വിനീത, ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ ഓഡിയോ, ഇത് ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്ക് നിമിഷപ്രിയ അയച്ച ഓഡിയോ സന്ദേശമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ വലിയൊരു ആശങ്ക നിമിഷപ്രിയ അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു അഭിഭാഷക തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു, അവിടെ ജയിലിലെ ഓഫീസിൽ വിളിച്ചാണ് സംസാരിച്ചത്. ഈ അഭിഭാഷക പറയുന്നത് ഈ വധശിക്ഷ സംബന്ധിച്ചിട്ടുള്ള തീയതി തീരുമാനിച്ചു എന്നാണ് തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട്, ആ ഉത്തരവ് ജയിൽ അധികൃതർക്ക് കൈമാറിയെന്നും അവർ പറയുന്നുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്ന വലിയൊരു ആശങ്ക തന്നെയാണ് ആ ഓഡിയോ സന്ദേശത്തിൽ നിമിഷപ്രിയ പങ്കുവയ്ക്കുന്നത്. ജയിലിലുള്ള മറ്റുള്ളവർ തന്നോട് വലിയ പേടിയോടെയും ഒപ്പം തന്നെ വലിയ വിഷമത്തോടെയും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ അവർ അനുസരിച്ച് അഭിഭാഷക സംസാരിച്ചതനുസരിച്ച് ഒരുപക്ഷെ ഈ ഈദിനും റംസാനും ഒക്കെ ശേഷം തന്റെ വധശിക്ഷ നടപ്പാക്കിയേക്കുമോ എന്നൊരു ആശങ്കയും തനിക്കുണ്ട്. എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തനിക്ക് വ്യക്തതയില്ല. ഇങ്ങനൊരു ഓർഡർ വരികയാണെങ്കിൽ അതിലെല്ലാവരും ഒപ്പുവെച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു ഓർഡർ വരുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ തനിക്ക് ഇനിയും വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. വലിയൊരു ആശങ്ക തന്നെയാണ് ഓഡിയോ സന്ദേശത്തിൽ അവർ പറയുന്നത്. അതേസമയം അവരുടെ വധശിക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമായെന്നും ആ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുമാണ് അഭിഭാഷക തന്നോട് സംസാരിച്ചതെന്നും നിമിഷപ്രിയ പറയുന്നുണ്ട്. ഇത് ഉൾപ്പെടുത്തിയുള്ള ഈ ഒരു ശബ്ദ സന്ദേശം നിമിഷപ്രിയ സേവ് ആക്ഷൻ കൗൺസിലിലാണ് അവർ അയച്ചിരിക്കുന്നത്. ഇവരെ നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെയൊക്കെ തന്നെ നിമിഷപ്രിയയെ ഇതിൽ നിന്ന് തിരിച്ചെത്തിക്കുന്നതിനും മറ്റുമുള്ള നടപടിക്രമങ്ങളും ഒക്കെ ഈ സേവ് ആക്ഷൻ കൗൺസിലിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഇതിനിടയിലാണ് വലിയ ആശങ്കയോടുകൂടി ഇങ്ങനെയൊരു ഓഡിയോ സന്ദേശം കൂടി ഇപ്പോൾ വരുന്നത്. വിനീത, നേരത്തെ നടന്ന നീക്കങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ മാതാവ് ഉൾപ്പെടെ നടത്തിയ ഇടപെടലുകൾ, ഈ ആക്ഷൻ കൗൺസിൽ നടത്തിയ ഇടപെടലുകൾ ഇടക്കാലത്ത് ചർച്ച ചൂടുപിടിച്ചതുമാണ്. അതിനുശേഷം ഒട്ടും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഈ മോചിപ്പിക്കൽ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് കൂടി മനസ്സിലാക്കണമോ വിനീത? ഉന്മേഷ്, യമനിലെ പൗരനെ കൊലപ്പെടുത്തിയ കേസിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിലവിൽ നിമിഷപ്രിയ തടവിൽ കഴിയുന്നത്. നിരവധി തവണ ഈ ആക്ഷൻ കൗൺസിലിന്റെ അടക്കം ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. മോചനദ്രവ്യം നൽകണമെങ്കിൽ അത്തരത്തിലേക്ക് നൽകി നിമിഷപ്രിയയെ തിരികെ എത്തിക്കുന്നതിനുള്ള ഇടപെടലുകളൊക്കെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നിമിഷപ്രിയയെ കാണുന്നതിനും മറ്റുമായി അമ്മയെ യമനിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. എംപിമാരടക്കം ഈ വിഷയം പാർലമെന്റിലേക്കടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപ് ഇത്തരത്തിലേക്ക് ഉള്ള ചില സൂചനകൾ വന്നപ്പോഴും അന്ന് യമൻ എംബസിയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു വധശിക്ഷയിലേക്ക് ഇപ്പോൾ നിലവിൽ കാര്യങ്ങളൊക്കെ കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നീട് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു യമനിലല്ലാതെ ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് മറ്റു ഹൂതി ഏരിയയിലാണെന്നും അതുകൊണ്ട് തന്നെ അവിടെയുള്ള അധികൃതരാണ് ഈ കാര്യത്തിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും ഒക്കെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിലും നിമിഷപ്രിയയെ തിരിച്ചെത്തിക്കുന്നതിനും മറ്റുമുള്ള മോചനത്തിനും മറ്റുമുള്ള ഇടപെടലുകളൊക്കെ തന്നെ ആക്ഷൻ കൗൺസിലിന്റെയും മറ്റും നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് വലിയ ആശങ്കയോടുകൂടിയുള്ള നിമിഷപ്രിയയുടെ ഒരു ശബ്ദ
ശബ്ദ സന്ദേശം ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്ക് അവർ അയച്ചു നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ വധശിക്ഷ ഉൾപ്പെടെയുള്ള തീയതി അടക്കം തീരുമാനിച്ചതായാണ് അവർ പറയുന്നത്. ഒരു അഭിഭാഷകയാണ് തന്നെ വിളിച്ച് സംസാരിച്ചതെന്നും പറയുന്നുണ്ട്. തന്റെ അഭിഭാഷകയല്ല, മറ്റൊരു അഭിഭാഷകയാണ് വിളിച്ച് സംസാരിച്ചത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ഈ ഉത്തരവ് ജയിൽ അധികൃതർക്ക് ലഭിച്ചുവെന്നും അവർ പറയുന്നുണ്ട്. ഉന്മേഷ്. ശരി വിനീത, ഏതായാലും ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം ഇപ്പോൾ നിമിഷപ്രിയയുടേതായി വരുന്നുണ്ട്. ഈ ജയിൽ അധികൃതർക്ക് വധശിക്ഷ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം എത്തിയെന്നുള്ള തരത്തിലുള്ള ആശങ്കയാണ് നിമിഷപ്രിയ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആക്ഷൻ കൗൺസിലാണ് ശബ്ദ സന്ദേശം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് എത്തിക്കുന്നത്.